ഈ ഒരു ഐറ്റം നമുക്ക് പുതിയതാണെങ്കിലും തമിഴ്നാട്ടിലും ഫേമസ് ആണ് കേട്ടോ. പാവയ്ക്ക ചുക്ക കിഡിലും ടേസ്റ്റാണ് പറഞ്ഞാൽ കിഡിലും ടേസ്റ്റാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനും. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ഇല്ലി കരിവേപ്പില ചേർത്ത് കൊടുക്കുക. 2 ഇല്ലായിട്ട് കണക്കാക്കിയിടൊന്നും വേണ്ട, 2 3 ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് ഒരു വലിയ സവോള ഇതേപോലെ തന്നെ മുറിച്ച് ചേർത്ത് കൊടുക്കുക. ചെറുതാക്കി മുറിക്കണേ. എന്നിട്ട് നല്ല പുളിന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു ബ്രൗൺ കളർ ആവണ വരെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നല്ല പഴുത്തൊരു തക്കാളി ചെറുതായിട്ട് മുറിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ടോ അല്ലാതെയോ തക്കാളിയൊക്കെ നല്ല വേവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അതിനുശേഷം എത്ര മാക്സിമം നമുക്ക് ചെറുതാക്കി മുറിക്കാൻ കഴിയും അത്രയും ചെറുതാക്കി മുറിച്ച പാവയ്ക്ക അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെക്കാം. വെള്ളമൊന്നും ഒരു ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ കടന്നത് വേവണം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ മൂടി വെച്ചിട്ട് ഒരു 3/4 വേവ് ആവുന്ന സമയത്ത് നമ്മൾ തുറക്കുക. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് മല്ലിപ്പൊടി കാണത്തക്ക രീതിയിൽ നുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂൺ മുളകും പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കുക. ആ മസാലയും എല്ലാം നെല്ലോടത്ത് കാണുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി മൂടി വെച്ചാൽ ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഡ്രൈ ആക്കി എടുത്താൽ നമ്മൾ അടിപൊളിയുള്ള പാവയ്ക്ക ചുക്ക ഇവിടെ റെഡി. വളരെ സിമ്പിളല്ലേ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.